അല്ല അങ്ങനല്ല. ഇപ്പം അത് ഇപ്പം പലരും ഇതിനകത്ത് ബിഗ് ബോസിനകത്ത് വെച്ച് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് പറഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ കാണും. ഞാനിതിനകത്ത് വളരെ സറ്ററിക്കലി ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഭഗവത്ഗീത എന്ന പുസ്തകം, അപ്പം ഇത് ഒരാളിത് വായിക്കാതെ വേറൊരാൾ പറയുകയാണ് എന്താണ് ഇതും പരിപാടി. അത് അർജുനൻ വെറുതെ പുള്ളിയുടെ അച്ഛനെയും അമ്മയും ബന്ധുക്കളെയും ഗുരുക്കന്മാരെയൊക്കെ കണ്ടിട്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നപ്പോഴത്തേക്ക് ആ കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത് അളിയ യുദ്ധം ചെയ്യാൻ, എല്ലാത്തിനെയും തട്ടാൻ. അതുകൊണ്ട് അർജുനനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത പരിപാടിയാണ്. മര്യാദയിരുന്ന അർജുനനെ വഴിതെറ്റിച്ച ആളാണ് കൃഷ്ണൻ എന്ന് വേണമെങ്കിൽ ഭഗവത്ഗീത അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷേ അത് അങ്ങനല്ല എന്നും തൻ്റെ കർമ്മത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 10,64,000 ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുത്തത് എന്തിനാണെന്നും തിരിച്ചറിയണമെങ്കിൽ ആ പുസ്തകം വായിക്കണം. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാത്ത ഒരുവന് തെറ്റിദ്ധരിക്കപ്പെടാം, ഏതായാലും എന്ത് കാര്യത്തിലായാലും. അല്ലാതെ കൃഷ്ണനെ യുദ്ധം ചെയ്യിക്കാൻ ചാരാൻ മേടിച്ച് കൊടുത്താൽ പോരെ, അന്ന് ഉണ്ടല്ലോ സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില വിഷയങ്ങളുണ്ടാവും, ചില കാര്യങ്ങളുണ്ടാവും, ചില മനുഷ്യരുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അയാളെക്കുറിച്ച് അറിയുന്ന ചില പർട്ടിക്കുലർ കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും. അത്തരത്തിൽ ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് അറിഞ്ഞിരുന്നത് ചില ആൾക്കാർ കാണിച്ച പുറത്തുള്ള ചില ആക്ടിവിറ്റീസുകളിലൂടെയും അല്ലാതെയൊക്കെ മാത്രമാണ് ഞാൻ ഈ ഷോയെ കണ്ടത്. ടിപ്പിക്കലി ഞാനൊരു TV പ്രേക്ഷകനല്ല. എനിക്കിപ്പം സീരിയലായാലും കാര്യം ഞാൻ വീട്ടിൽ ഈ കഴിഞ്ഞ ഒരു 10-14 വർഷമായിട്ട് ഒരു 6 മണി മുതൽ 11 മണിയുള്ള സമയത്തൊന്നും ഞാൻ വീട്ടിലേ ഇല്ല. ഞാൻ 12 മണിയൊക്കെ വീട്ടിൽ കയറാൻ അതുകൊണ്ടിട്ട് ഒരു പ്രോഗ്രാമും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ബിഗ് ബോസും കണ്ടിട്ടില്ല. പിന്നെ ആകെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന കുറേ ഇഷ്യൂസാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കരുതി ഇതിങ്ങനെ കുറേ ടോക്സിക് പരിപാടികൾ ഇപ്പോൾ ഈ ഷോയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ശ്രദ്ധ പിടിച്ച് പറ്റുക, ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം ഈ ഒരു വിഷയം വരുന്നു, വൈറലാവുന്നു. ബിഗ് ബോസിലെ തന്നെ മറ്റൊരു താരവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ക്ലാഷ് സോഷ്യൽ മീഡിയ നടക്കുന്നു. അതെ. അപ്പോൾ റോറിങ് വാരിയർ എന്ന് ഞാൻ തമാശയ്ക്ക് പിന്നീട് പറയുകയും ചെയ്തു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ കുറേ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ അഖിൽമാരാർ ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകും. അപ്പം തന്നെ ബിഗ് ബോസിലോട്ട് വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഹരീഷ് ഏഷ്യാനെറ്റിലുള്ള അവൻ്റെ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, ഇതിനൊക്കെ ബിഗ് ബോസിൻ്റെ ഓഡിഷനൊക്കെ കഴിഞ്ഞോ? അപ്പോൾ ഞാൻ ഇതൊന്നും ഇവൻ എന്നോട് പറയുന്നൊന്നുമില്ല. അപ്പോൾ ഇവൻ എന്നിട്ട് പറഞ്ഞുവിടാ, ഞാൻ നീ ബിഗ് ബോസിലോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ ഏഷ്യാനെറ്റ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം സോഷ്യൽ മീഡിയയിൽ പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഫുൾ കമൻറ്റ്. യവൻ കയറി കഴിഞ്ഞാൽ ഇവനെ ഫസ്റ്റ് ആഴ്ച പോയേക്കണം, മറ്റേതാ മറിച്ചതമാടെ കൂടെ ഫുള്ള് തെറിയോട് തെറി. അപ്പോൾ എനിക്ക് ഭയങ്കര വാശിയായി. അതല്ല, എനിക്ക് പിന്നെ ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം കയറണമെന്നുള്ള ചിന്ത എനിക്കും വരുന്നു. പിന്നെ ഓക്കെ, എന്നാൽ ഇനി കയറണം. അപ്പോഴത്തേക്ക് ഓഡിഷനെല്ലാം കഴിഞ്ഞു, ഇതിൻ്റെ കംപ്ലീറ്റ് ഓഡിഷനും പ്രോസസ്സ് അവസാനിച്ചു. അപ്പം പിന്നെ എനിക്ക് കയറണമെന്നുള്ള വാശി. അപ്പോഴത്തേക്ക് എന്നെ അതിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് വേറെ കുറേ പേർ പുറത്ത്. അഖിൽമാരാരെ ഇത്തവണ ബിഗ് ബോസിൽ എടുക്കാതിരിക്കാനുള്ള പണി ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും ആര് ബിഗ് ബോസിൽ വരണമെന്നൊക്കെ ചില ടോക്സൊക്കെ എൻ്റെ ചെവിയിൽ വന്നപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് എനിക്ക് വാശിയായി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെതിരെ ആൾക്കാർ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് എനിക്ക് ഭയങ്കര ത്രില്ല് വരുന്നത്. അപ്പോൾ എന്നാൽ കയറണം, 7 ദിവസത്തിനുള്ളിൽ എന്നെ പുറത്താക്കുമെങ്കിൽ ഇതിനകത്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ്, ആ വാശിയിലാണ് ഞാൻ കയറുന്നത്. പക്ഷെ കയറി അകത്ത് ചെന്നപ്പം ഈ പരിപാടി എനിക്കറിയില്ല. എൻ്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന ലോകോത്തര കമ്പനിയാണ്, അത്രയും വലിയ കമ്പനിയാണ് ഇത് നടത്തുന്നതെന്ന്. ഞാൻ പണ്ട് സൂര്യ TV ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നു, മലയാളി ഹൗസ് എന്ന്. അപ്പോൾ അതിൽ GS പ്രദീപ്, രാഹുൽ ഈശ്വർ ഇവരൊക്കെ പോവുകയും ഇവർക്കൊക്കെ, അതായത് പ്രദീപേട്ടനെ കണക്കുള്ള ആൾക്കൊക്കെ കുറച്ച് നെഗറ്റീവ്സൊക്കെ പിന്നീട് വരികയും ചെയ്തു. എൻ്റെ ധാരണ അങ്ങനെയൊക്കെയുള്ളൊരു നോർമൽ TV പ്രോഗ്രാം എന്തിനാണ് പോയിട്ട്, എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ പറയുകയും ചെയ്തു, അഖിലേ വെറുതെ ഇതിനകത്തൊക്കെ പോയിട്ട് അഖിലിൻ്റെ ഇത് കളയല്ലേ, കാര്യം നമ്മളെ അവർ കാണുന്നത് വേറൊരു പ്രൊഫൈലിലാണ്, ചാനൽ ചർച്ച അങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ ഞാനും ആദ്യമൊക്കെ വിചാരിച്ചത് ഇങ്ങനത്തെ പരിപാടിയാണെന്നാണ്. പക്ഷേ പിന്നീടാണ് ഇതിൻ്റെ ഒരു വലിപ്പം ഞാൻ അറിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണിത്. അപ്പോൾ ചെന്ന് ഞാൻ അതിരുന്നോണ്ട് ആലോചിക്കും, ദൈവം ഇവർ എങ്ങനെ ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകണം. അതൊരു മഹാത്ഭുതമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മനുഷ്യൻ്റെ ഇമോഷൻസിനെ ഏതൊക്കെ പീക്ക് വരെ കൊണ്ടുപോകുമോ അവിടെ പിടിച്ചു നിൽക്കുന്നവൻ എവിടെയും പിടിച്ചു നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ആ ഷോ ഗംഭീര ഷോ ആണ്. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഇഷ്ടം എന്താ, എന്നോടുള്ള ഇഷ്ടം മാത്രമല്ലല്ലോ, ഈ ഷോയോടുള്ള ഇഷ്ടമാണ്. നമുക്ക് ഒരു സിനിമാ മേഖലയിൽ നിന്ന് ഒരാൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ജനറൽ നോളജ് വല്ലതാണ്? ജനറൽ നോളജ് വല്ലതാണ്? നമുക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ നമ്മുടെ ഇടയിൽ നിന്നും, അതായത് സിനിമാക്കാരുടെ ഇടയിൽ നിന്നും പങ്കെടുത്തവരിൽ ഒരാളാണ് സംവിധായകനായ അഖിൽമാരാർ. എനിക്കറിയാവുന്ന വ്യക്തിയും കൂടിയാണ്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ആഴ്ചകളിലും സിനിമകൾ കാണുന്ന വ്യക്തിയാണ് അഖിൽ. അപ്പം ഈ 100 ദിവസം ഈ ബിഗ് ബോസിനുള്ളിൽ സിനിമകളൊന്നും കാണാതെ എങ്ങനെ ഒരു പുറത്തെ കാര്യങ്ങളൊന്നും അറിയാതെ അവിടെ കഴിഞ്ഞുകൂടാനായിട്ട് പറ്റി? നിന്നെ കണ്ടു കഴിഞ്ഞാൽ, നിന്നോട് സംസാരിച്ചാൽ അറിയാം നീ ഇതിനപ്പുറവും ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ് എന്ന് പറയുന്നത് പോലെ. പക്ഷെ എന്നാലും അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, എങ്ങനെയാണ് നീ അവിടെ 100 ദിവസം സിനിമകളൊന്നും ഇല്ലാതെ കഴിഞ്ഞുകൂടി വിജയ് ശ്രീയിലെ ആളിതിനായി പുറത്തേക്ക് വന്നത്? നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോയി ഇടികൊണ്ടിട്ടുണ്ടോ?
ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇടിയോടുമ്പോഴത്തേക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചാടണം, അതിനെന്ത് ചെയ്യാമെന്നുള്ള ചിന്തയായിരിക്കും നമുക്ക് ഫസ്റ്റ് വരുന്നത്. അതേപോലെ ഇതിനകത്തേക്ക് ചെല്ലുമ്പം സത്യമാണ്, ഞാൻ എല്ലാ ആഴ്ചയിലും തിയേറ്ററിൽ മാത്രം പോയി പടം കാണുന്ന ആളാണ്. OTT പോലും സിനിമകൾ അങ്ങനെ കാണുന്ന ആളല്ല. പക്ഷേ ഇതിനകത്ത് ചെന്ന് രണ്ടാമത്തെ ദിവസത്തെ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ ഭാര്യ മക്കളെയും പോലും മറന്നു പോവാണ്. മൈൻഡിലേക്ക് ഞാൻ രാത്രിയിൽ കിടക്കുമ്പോൾ എന്താണ് ഇവരുടെ മുഖം എന്നൊക്കെ ചിന്തിക്കാൻ എനിക്ക് പക്ക ഗെയിം എന്ന് പറയുന്നൊരു സാധനത്തിലേക്ക് നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയി. ഇവിടെ കാരണം ഞാൻ ചിന്തിച്ചു തുടങ്ങി, കേരളത്തിൽ ഇത്രയും 3.5 കോടി ജനത കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാനിവിടെ പരാജയപ്പെട്ടാൽ ആത്യന്തികമായിട്ട് പരാജയപ്പെടുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി, എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ വിശ്വസിക്കുന്നവരെല്ലാവരും പരാജയപ്പെടുകയാണ്. ഇവിടെ വിജയിച്ചാൽ നേരെ തിരിയുകയും ചെയ്യും. അതുകൊണ്ട് ഒക്കെ മറക്കണം. ഇവിടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം മനസ്സിലേക്ക് വന്നു. വേറെ എല്ലാം കട്ട് ഓഫ് ചെയ്യാണ്. പിന്നെ ഒന്നും ഓർമ്മയില്ല. മൊബൈൽ ഇപ്പം സിനിമ മാത്രമല്ലല്ലോ, നമുക്ക് മൊബൈൽ ഇല്ലാണ്ട് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഫുൾ ടൈം ഇത്ര സജീവമായിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അകത്ത് ചെന്നു. പിന്നെ ഷിജു എന്ന് പറയുന്ന ഒരാൾ അവിടെ അകത്തുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം സിനിമ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. സിനിമയെക്കുറിച്ച് മാത്രമായിരുന്നു ഞങ്ങൾക്കിടയിലുള്ള ആദ്യ കാലങ്ങളിലുള്ള ചർച്ച. അതുകൊണ്ട് സിനിമ മനസ്സിലൊരു സൈഡിലിടുകയും ഇപ്പുറത്തൊരു സൈഡിൽ ഗെയിമിലേക്ക് എപ്പോഴും അങ്ങനെയാണ്. എനിക്കെന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യത്തിലേക്ക്, ഇപ്പം നിങ്ങൾക്കൊരു ബെസ്റ്റ് ഉദാഹരണം ഞാൻ ഗെയിമിലെ കാര്യം പറയാം. എൻ്റെ രണ്ടാമത്തെ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു. ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ മിഥുൻ ജയിക്കണമെന്നാണ് ഹൗസിൽ എല്ലാവരുടെയും ആഗ്രഹം. കാരണം 4ാമത്തെ വീക്കാണ്, ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീക്ക് ക്യാപ്റ്റനായി. അപ്പം ഒന്നാമത് ക്യാപ്റ്റനാണ്, വീണ്ടും ക്യാപ്റ്റനാകുന്നതുകൊണ്ട് ഹൗസിൽ പലർക്കും താല്പര്യവുമില്ല. അപ്പോൾ എല്ലാവർക്കും മിഥുന് സപ്പോർട്ടാണ്. ഈവൻ എൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ശ്രുതി പോലും ഞാൻ പോയിട്ട് ഇല്ല ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേളിൽ നിന്ന് നോക്കി. അപ്പോൾ ശ്രുതി പെട്ടെന്ന് അവിടെ കിടന്നു, അഖിലേട്ടാ മേളിൽ കയറി നിൽക്കലെന്ന് പറഞ്ഞു. ഞാൻ പൊടിയിട്ട് അവിടെ കൊടുത്തു, അവിടെ ചേർത്ത് വിടാവുകയും ചെയ്തു. ഞാൻ ബസറൊന്നും അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം തുടങ്ങി ഇവർ മേളിൽ കിടന്ന് കംപ്ലീറ്റ് ആൾക്കാർ മിഥുന് ചെയ്ത് വിളിക്കുന്നു. ഒരാളും ആകെ ശ്രീചേട്ടൻ വിഷ്ണു സൈലൻ്റായിട്ട് നിൽക്കുന്നു. ശ്രീചേട്ടൻ മാത്രമാണ് സപ്പോർട്ടെന്ന് പറഞ്ഞ് മേളിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാവരുടെയും വോയിസ് എനിക്കെതിരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ ഗെയിമിൽ ജയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വോയിസിനെ കട്ട് ഓഫ് ചെയ്തേ പറ്റൂ. എൻ്റെ ചെവിയിലേക്ക് വോയിസ് കയറ്റാൻ പറ്റത്തില്ല. ഞാൻ ആ നിമിഷം മൈൻഡ് ഫോക്കസ് ചെയ്തു. ആ വോയിസ് ഞാൻ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തു. അവിടെ പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ സാധനം കൊണ്ട് നേരെ ചെന്നിട്ട് വഴിതെറ്റിപ്പോയി വേറെ തടിക്കൊണ്ടിട്ടു ഇടണ്ടാ തള്ളിയിട്ടത്. അപ്പം മേളിൽ നിന്ന് ഇപ്പോൾ ശ്രീചേട്ടൻ പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞു അഖിലേ നീ എങ്ങോട്ടായി പോകാതെ. അവർ വിളിച്ചു പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നില്ല. കാരണം അവർ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും എനിക്ക് കേട്ടാൽ, ഞാനൊരു കഥയും പറഞ്ഞിട്ടുണ്ടല്ലോ, കിണറ്റി കിടക്കുന്ന തവള കയറി വരുന്ന കഥ. അപ്പം ചില സമയത്ത് നമ്മൾ ചിലത് കട്ട് ഓഫ് ചെയ്യണം. അങ്ങനെ കട്ട് ഓഫ് ചെയ്ത് കളിച്ചിട്ടാണ് ഞാൻ ആ ടാസ്ക് ജയിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ കണക്ക് ഇതിനകത്തേക്ക് വന്ന സമയത്ത് എല്ലാം ഞാൻ കട്ട് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. അതിലാണ്. എന്നിട്ട് ഈ 70ാമത്തെ ദിവസം ഫാമിലി വരും, ഇങ്ങനെ ഒരു പരിപാടി പണ്ട് ഹിന്ദിയിലൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ 2ാമത്തെ ആഴ്ച ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ വരല്ലേ അവർ വൺസ് വന്ന് എൻ്റെ മനസ്സിലേക്ക് ഇവർ വന്നാൽ പിന്നീട് ഞാൻ ഇവിടെ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് വീണ്ടും ഒരു പേടി അന്നേ വന്നു. അന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം ഫോക്കസ് ഒരിടത്തേക്ക് കൊടുത്തു. അർജുനൻ എന്നോട് പണ്ട് അമ്പ് ചെയ്ത സമയത്ത് മറ്റേ ഇതിനകത്തോട് നോക്കാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. വേറെ ഒന്നും നോക്കണ്ട. അതെനിക്ക് ഗെയിമിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തപ്പം നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ലിസ്റ്റിൻ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. കാരണം നമ്മളെല്ലാവരും പുറത്തുനിന്ന് വിചാരിക്കും നമുക്ക് എങ്ങനെ മൊബൈലിൽ ഇല്ലാണ്ട് ഒരു അരമണിക്കൂർ വീട്ടിൽ ചുമ്മാ മാറ്റി വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ടാസ്ക് ആക്ച്വലി ഇവർ ക്യാരവാനിൽ തന്നെ കയറ്റിയപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം തലേ ദിവസം ക്യാരവാനിൽ കയറിയിട്ട് ഒരു 5 മണിക്കൂർ ഒരാളോട് പോലും മിണ്ടാതെ എനിക്കിതേ കണക്ക് പാണി വേറെയില്ല. എന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷിച്ചാൽ ഇങ്ങനെ ശിക്ഷിക്കാനേ പറ്റൂ.